ഇറാനെ പുതിയ പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ തെരഞ്ഞെടുത്തു. മുജ്തബ ഖമേനിയെ ഇറാനെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. മുൻ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഹുസൈനി ഖമേനി. ഇറാനിലെ പണ്ഡിത സഭയാണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തത്. തെഹ്റാൻ സമയം അർദ്ധരാത്രിയോടെയാണ് പുതിയ പരമോന്നത സുപ്രധാന പ്രഖ്യാപനമുണ്ടായത്. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ് മുജ്തബ കുറവലാദനവായത്. മുജ്തബ ഹുസൈനി ഖമേനി പരമോന്നത നേതാവായി പെൻഷ. മുജ്തബ പ്രവറായ മുജ്തബ ഹുസൈനി ഖമേനിയെ പ്രതികാരിയായി തെരഞ്ഞെടുത്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഇസ്രായേലിന്റെയും ഭീഷണികൾ തള്ളിയാണ് പരമോന്നത നേതാവ് സ്ഥാനത്തേക്കുള്ള കടന്നുവരവ്. മുഹമ്മദ് മുജ്തബയെ പരമോന്നത നേതാവായി അംഗീകരിക്കുകയാണ് ട്രംപ് വ്യക്തമാക്കിയ പരമോന്നത നേതാവായി അംഗീകരിക്കുകയാണ് കടന്നുള്ളത്. ഇറാനിലെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ തനിക്ക് ഒരു പങ്കുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഖമേനിയുടെ പിൻഗാമി ആരാണെങ്കിലും അവരെ വേട്ടയാടുമെന്നായിരുന്നു ഇസ്രയേൽ നിലപാട്. അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് 56-ആയത് മുജ്തബ ഖമേനി. IRGC ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്.